ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വാഗമണിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാതൊരു വക ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂടെ ഈ ഭാര്യയുടെ നിർബന്ധം കാരണം ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെ എൻ്റെ ഭാര്യ? ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോ വാഗമണ്ണി വെച്ച് കാണാം. അപ്പോ വാഗമണിലേക്ക് പോകുന്നത് രണ്ട് കാരണങ്ങളാണ്. എൻ്റെ ഭാര്യയുടെ നിർബന്ധവും പിന്നെ ടോണിയുടെ പുതിയ EV വണ്ടിയുടെ ഒരു ടെസ്റ്റിങ്ങുമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ വാഗമൺ EVയിൽ എത്തില്ലേ, എവിടെയൊക്കെ ചാർജ് ചെയ്യണം, ഈ EVയുടെ പല പല കാര്യങ്ങൾ ഒക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ ടോണി അവിടെ ഒളിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ പുതിയ EVയില് ഫുൾ ചാർജ് അല്ലേ? 80% ആണ് ഇപ്പൊ ചാർജ് ഉള്ളത്. അപ്പൊ നമുക്ക് എവിടെ വെച്ച് പുതിയ ചാർജിങ് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകണം. നമ്പർ കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയേ ഉള്ളൂ. ഇപ്പൊ പിന്നില് ഇരിക്കാൻ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? കംഫർട്ടബിൾ ആണ്? ലെഗ് സ്പേസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഒക്കെ ആണല്ലേ? ഹൈറ്റ് കൂടിയ ആൾക്കാർക്കും ലെഗ് സ്പേസ് കുഴപ്പമില്ലല്ലേ? ഈ EVയിൽ വരുന്ന ഫീച്ചേഴ്സിനെ പറ്റി എന്ന് പറഞ്ഞു. ഇത് 45 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കാണ്. കമ്പനി ഇപ്പൊ ഈ 80% എന്നല്ലേ പറഞ്ഞേ? 83% ഇപ്പൊ 83%. അതൊന്ന് കാണിക്കുക. 83% ഉണ്ട്. 300 കിലോമീറ്റർ റേഞ്ച് ആണ് ഇപ്പൊ. 300 കിലോമീറ്റർ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുമ്പോ വേണമെങ്കിൽ ചാർജ് ചെയ്യാല്ലേ? ഒന്ന് ചാർജ് ചെയ്യാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പോകുന്ന വഴിയിൽ കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ ദൂരം പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിട്ടുപോയി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാമലക്കണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കിച്ചൺ 34 എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ മെനു നോക്കി എന്താ ആവശ്യമുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ആകെ പൊറോട്ടയും ബീഫും മാത്രമാണ്. പൊറോട്ടയും ബീഫും പിന്നെ ഫ്രൈഡ് റൈസും ആണ് ഇവിടെ ആകെ കൂടിയുള്ളൂ. അപ്പോൾ പുറത്തെ മെനു ഒക്കെ നോക്കി വന്നത് വേസ്റ്റായി. ജസ്റ്റ് ആ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊറോട്ടയും ബീഫൊക്കെ ആയിരുന്നു. അത്യാവശ്യം ടേസ്റ്റി ഒക്കെ ആയിരുന്നു. ഇനി രാവിലെ ഇറങ്ങി ഉച്ചവരെ വിശന്നിരുന്നിട്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞപ്പോൾ നമ്മുടെ കാറിൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് EVയിൽ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടാറ്റയുടെ ഒരു EV ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും നമ്മുടെ EV ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ടോണി പറയുന്നത് നാണം കെടുത്തല്ലേ, പുതിയ കാർ എടുത്തിട്ട് ചാർജിങ് സെറ്റായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ല. എത്രയായി ഇപ്പോൾ നമ്മളുടെ ചാർജിങ്? നമ്മളങ്ങനെ 98% ആക്കിയിട്ട് 98%. 388 റേഞ്ച് ഉണ്ട്. നമ്മളിപ്പോൾ നേരെ 388 മുണ്ടക്കയത്തുനിന്ന് അല്ലേ? ഇതിപ്പോൾ എത്ര പൈസ ചാർജിങ്ങിന്? നമുക്കിപ്പോൾ ഒരു 300 രൂപ ഉണ്ടായി. 300 രൂപയ്ക്ക് എത്ര പെർസെന്റ് കയറി? 58% to 98%. 300 രൂപ. 3/4 മണിക്കൂർ എടുത്തു. 3/4 മണിക്കൂർ എടുത്തല്ലേ? പക്ഷേ ഞങ്ങൾക്ക് വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. വണ്ടി ലോക്ക് ചെയ്തിട്ട് വേണം ചാർജിങ്ങിന് ഇടാൻ, എന്നാലേ ചാർജ് ആവുള്ളൂ. ഇത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു.
അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ BPCLൻ്റെ ഒരു പമ്പിലാണ്. അപ്പോൾ അവിടെയും ഡ്രൈവ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വഴി അവർ ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു മാനേജറാണ് പറഞ്ഞത് നമുക്ക് വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം വേണം ചാർജിങ്ങിന് ഇടാൻ, എന്നാലേ ചാർജ് കയറുള്ളൂ. ഇത് ഞങ്ങൾക്കൊരു പുതിയ അറിവായിരുന്നു. അവിടെ ലോക്ക് ചെയ്ത് ചാർജർ കുത്തി ആപ്പ് ഓൺ ചെയ്തപ്പോഴേക്കും ചാർജിങ് സ്റ്റാർട്ടായി. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജറായിരുന്നു. 60 kW ചാർജറായിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ ചാർജിങ് ഒക്കെ സെറ്റായി. അപ്പോൾ നമ്മളുടെ വാഗമൺ ഹിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതെയാണ് നമ്മൾ EV വലിച്ചു കയറ്റുന്നത്. നമ്മൾ വിചാരിച്ചത് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, EV അല്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ സാധാരണ പെട്രോൾ വണ്ടി പോകുന്നതിനേക്കാളും നല്ല കത്തിച്ച് വിടാൻ പറ്റുന്നുണ്ട് EVയിൽ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ നമ്മൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ അതിമനോഹരമായിട്ടുള്ള 2 റെസ്റ്റോറൻറ്റ്സ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീറ്റേഴ്സാണ്. പക്ഷേ അതിമനോഹരമായിട്ടുള്ള സെറ്റപ്പിലാണ്. ഒരു ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും തൊട്ട് മുൻപിലായിട്ട് തേയില എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും. ഇത് നമ്മൾ പലപ്പോഴും വിദേശ ട്രിപ്പുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു റെസ്റ്റോറൻറ്റ് മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ട് ഇവർ ഒരു സൈഡ് ഓപ്പണായിട്ടും അതേസമയം ഒരെണ്ണം ഒരു അതിമനോഹരമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉള്ളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു മനോഹാരിതയിൽ ഇരുന്ന് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ EV ചാർജിങ് പോയിൻറ്റ്സ് ഈ 2 റെസ്റ്റോറൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് ബൈക്കുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ കാറുകൾക്കായിക്കോട്ടെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം EV ഇപ്പോൾ ആൾക്കാർ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ എല്ലാം കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോഴേക്കും നമ്മളുടെ വണ്ടി ചാർജായി. അപ്പോൾ തന്നെ ടോണി താഴേക്ക് പോവുകയുണ്ടായിരുന്നു. കാരണം മറ്റൊരു ഫാമിലി ഇതുപോലെ തന്നെ ഒരു EVയിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാർജിങ് കഴിഞ്ഞുകൊണ്ട് അത് മാറ്റിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മളുടെ ഐറ്റംസ് വന്നു. ഐറ്റംസ് കൂടുതലും ഞങ്ങൾ ഒരു റൈസ് ചേർന്നിട്ടുള്ള ഒരു ബാർബിക്യൂ ചിക്കൻ വിങ്സ് വിത്ത് റൈസും പിന്നെ ഒരു അൽഫാം വിത്ത് റൈസുമാണ് ഓർഡർ ചെയ്തത്. എപ്പോഴും നല്ലൊരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ 3-4 ഘടകങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒന്ന്, നമ്മൾ പോകുന്ന ആ യാത്രയുടെ ആ ഒരു സുഖവും കാര്യങ്ങളും. 2, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. 3, നല്ലൊരു സ്റ്റേ. അല്ല ഇങ്ങനെ നിർത്തിയ കുഞ്ഞു കുഞ്ഞു വയലറ്റ് പൂക്കൾ കണ്ട റൈറ്റ് നോക്കി ഗൈസ്, കാണു ഗൈസ്. നമ്മുടെ കോട ഇപ്പൊ കോട വരും മോനെ. കോട വന്നാ പിന്നെ നിന്നെ പിടിച്ചാ കിട്ടൂല. എനിക്ക് അതിനോട് സംശയമുണ്ട്. അതുകൂടി നമുക്ക് കൊടുക്കാം പേപ്പർ വാല്യുവേഷൻ. ഫുൾ A+ കിട്ടിയ ആളാണ് എന്നാ വായിച്ചേ? ഇല്ല ഏലം വായിക്കാൻ പോലും അത് കുട്ടിക്കാൻ 10th ICSEയിൽ 99% 12th ഫുൾ A+ കിട്ടിയൊരു വ്യക്തിയാണ് പറഞ്ഞത്. ഈ LAFന് ഏലം എന്ന് വായിക്കാൻ പറയണം. അത് നമ്മൾ കുട്ടിക്കാനത്ത് നിൽക്കുമ്പോൾ അറിയാം. ഒരു കോമൺ സെൻസ് ആണ്. ഏലം പുസ്തകത്തിലില്ല. ഏലം പുസ്തകത്തിലെ കോമൺ സെൻസ് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല.
എനിക്ക് സംശയമുണ്ട് കോമൺ സെൻസ് ഉള്ള രണ്ട് നമ്മൾ എങ്ങനെ ആ 10th-ലെയും 12th-ലെയും മാർക്ക് കാർഡ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈവ് കൊടുക്കണം. എനിക്ക് സംശയമുണ്ട് കൊടുത്തോ ഫുൾ A+ സത്യമാണോ? കൊടുത്തോ മാർക്സ് കാർഡ് ഞാൻ കണ്ടു സത്യമാണ്. പക്ഷെങ്കിൽ എനിക്ക് ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെങ്കിൽ അതെങ്ങനെ പാസ് മാർക്ക് ജയിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം. ഞാൻ വിട്ടു. അങ്ങനെ വാഗമണിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളപ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പള്ളി കാണുന്നത്. പട്ടുമല പള്ളി എന്നാണ് ഇതിൻ്റെ പേര്. വൈഫൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ആ പള്ളി കാണാനായിട്ട് ഒരു നല്ലൊരു ഭംഗിയും എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെയൊക്കെ ഒന്ന് നിർത്തി പള്ളിയും കാര്യങ്ങളൊക്കെ കണ്ട് പോവാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാഗമണ്ണി വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപും പലതവണ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് എവിടെയൊക്കെ നിർത്തി ഇങ്ങനെ പോകാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ 2 കരിക്ക് കുടിച്ചു. പക്ഷേ കരിക്ക് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അത്രയും മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കടയിൽ മാത്രമാണോ അതോ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്നും നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എന്തായാലും വാഗമണിൽ ആര് വരാനാ ഇപ്പോൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹോട്ടൽസ്. അപ്പോൾ ഹോട്ടൽ തേടി ഞങ്ങളുടെ നല്ലൊരു ഭാഗം സമയം പോയി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ നല്ല റിസോർട്ടുകളും ഹോട്ടൽസും ബുക്ക്ഡായിരുന്നു. അപ്പോൾ ഗാന്ധി ജയന്തിയിലെ മുടക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് കുറേ പേര് വാഗമണിലേക്കും മൂന്നാറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹോട്ടൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു പുതിയൊരു ഹോട്ടൽ കണ്ടത്. ലേക്ക് ക്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു 5 നക്ഷത്ര ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലായി. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ചോദിച്ചിട്ട് പോവാം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇവിടെ കയറി. അങ്ങനെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പലരെയും കോൾ ചെയ്തായിരുന്നു. അപ്പോൾ കോൾ ചെയ്തപ്പോഴൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ റിസോർട്ടുകളും അത്യാവശ്യം നല്ല സ്റ്റേസൊക്കെ ബുക്ക്ഡാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തീരുമാനിക്കുകയാണ് എന്തായാലും ഈ ലേക്ക് ക്രൗണിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്ന്. ഞങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തരാം, ജസ്റ്റ് കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കണ്ട ആദ്യ മാത്രയിൽ തന്നെ നമുക്ക് ഇവിടെ എന്തായാലും സ്റ്റേ ചെയ്യണം, പൈസ ഒരു വിഷയമില്ല എന്ന് തോന്നിപ്പോയി. അത്രയും മനോഹരമായിട്ടുള്ള റൂംസും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവർ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ നല്ലൊരു വ്യൂസൊക്കെയുള്ള റൂംസാണ് എല്ലാം തന്നെ. ഇവിടുത്തെ ബേസ് പ്രൈസ് വരുന്നത് 7,000 പ്ലസ് ടാക്സസ് ആണ്. അത് വീക്കെൻഡ്സിലാവുമ്പോൾ ഒരു 8,000 പ്ലസ് ടാക്സസിലാണ് ഇവർ കൊടുക്കുന്നത്. നമ്മൾ ഇത് ബേസ് റൂമിനെ പറ്റിയാണ് പറഞ്ഞത്. ബേസ് റൂമും സൂട്ട് റൂമും തമ്മിൽ മെയിൻലി വ്യത്യാസം ഒരു ഹോളുണ്ട്, പിന്നെ കുറച്ചുകൂടെ വൈഡും നല്ല സ്പേഷ്യസുമാണ് എന്നുള്ള വ്യത്യാസം ഒഴിച്ച് ബാക്കി ഇൻറ്റീരിയേഴ്സിലും കാര്യങ്ങളിലൊന്നും ഭയങ്കര മാറ്റമൊന്നുമില്ല. ഏത് റൂം എടുത്തു കഴിഞ്ഞാലും അടിപൊളി തന്നെയാണ്. റൂമിൻ്റെ കാര്യം പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് വർക്കിംഗ് സ്പേസാണ്. ഇവിടെ നല്ലൊരു ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നവർക്ക് വന്ന് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഏത് ഹോട്ടലിൽ പോകുമ്പോഴും അത്തരത്തിലൊരു സ്പേസ് കിട്ടാറില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്ന് വൈകുന്നേരം നമുക്ക് കുറേ കൂടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുള്ളതാണ്. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പല്ല് തേപ്പും കുളിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വൈഫ് ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ഒരുവിധപ്പെട്ട വർക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. നമുക്ക് ഈ 8,000 റുപ്പീസ് സ്റ്റേയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞങ്ങൾ 8 മണി മുതൽ 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ്.
നൈസ് ടു മീറ്റ് വായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആണോ പോരും എന്നാ എന്നാ അതെ എത്തി വായോ വായോ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ എത്തേയില്ല. ഞങ്ങള് പോയി കഴിഞ്ഞാൽ വരില്ല. ലേക്ക് വ്യൂ തന്നെ ഉണ്ടല്ലോ, പപ്പ വരുന്നുണ്ട്. ശരിക്കും വെള്ളം തന്നെയാണല്ലേ. ഇതാണ് ഗൈസ് മേക്കപ്പ് ഇല്ലാത്ത ലുക്ക്. ഒരാള് കണ്ടില്ലേ ഫുൾ മേക്കപ്പിലാ, അല്ലെങ്കിൽ ഇനി ഫുഡ് കഴിക്കാൻ ഞാൻ കുട്ടിയൊന്നും അടിച്ചില്ല. ഇല്ല നമ്മളെ രക്ഷിക്കാൻ കാശിനാഥം വരുന്നു ചേർത്തലേന്ന്. ഇനി ബില്ലൊക്കെ പപ്പായ സെറ്റ് ചെയ്യാൻ പപ്പാക്കളെ കൊടുപ്പിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് റൂംസിൻ്റെ അതേ വൈബുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഫുൾ സീനറിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ്. ഇതുകൂടാതെ നമുക്ക് പുറത്തിരുന്നും കഴിക്കാം. നമുക്ക് ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം മാത്രമേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ 8,000 രൂപ കൊടുത്തിട്ട് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് വന്നത്. പക്ഷേ അത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം മാറി കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിലും കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഐറ്റംസ് ടേസ്റ്റ് ഉള്ളതുണ്ടായിരിക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫില്ലേഴ്സ് പോലെ അവർ ഐറ്റത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഓരോ ഐറ്റത്തിൻ്റെയും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റിയിരുന്നു. അത്രയും നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഐറ്റംസ് കൂടാതെ നമുക്ക് ലൈവായിട്ട് കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഓംലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിനെ പറ്റിയും എടുത്തു പറയേണ്ടതാണ്. സ്റ്റാഫ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ റൂംസിലും അതെ, എന്ത് സർവീസസ് ആയാലും അടിപൊളിയായിട്ട് അവർ ചെയ്തു. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നല്ലതാണോ? എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പപ്പടവും പിന്നെ പഴവും പഴവും പായസം പറഞ്ഞോ. പ്ലെയിൻ ഓംലേറ്റ്. നമ്മുടെ ഓംലേറ്റ് ആണ് കണ്ടത്. 8 മണിക്ക് തന്നെ ബുഫേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്തിയ ഞങ്ങൾ പല ആൾക്കാർ വന്നു പോയെങ്കിലും ഏറ്റവും അവസാനമാണ് ഞങ്ങൾ ബുഫേ കഴിഞ്ഞ് പോകുന്നത്. 10 മണി 10:30 ആയപ്പോഴാണ് ഞങ്ങൾ ബുഫേ ഒക്കെ തീർന്ന് നിറച്ച് പോകുന്നത്. അപ്പോൾ യൂഷ്വലി ടോണിയും റോസിയും എപ്പോഴും ലേറ്റായിട്ട് വരുന്ന ആൾക്കാരാണ്. 10 മണിക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോകുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഇവർ പുറത്തു പോയിട്ട് വേറെ കഴിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ പല ഹോട്ടലുകളിലും ഇതുപോലെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടുപിടിച്ച് പോയി കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബുഫേയിൽ മാക്സിമം നല്ല ഇതായിട്ട് കഴിച്ച് ആണ് നമ്മൾ അന്നത്തെ ട്രിപ്പിനായിട്ട് ഇറങ്ങുക. അതിലൂടെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനും പറ്റും. പുറത്തുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരാൻ തന്നെ നമുക്കൊരു 10 മണിയൊക്കെ ആവും.
അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ട്രിപ്പ് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഒരു ഇതുപോലെ അവിടെയുണ്ട്, നമ്മളുടെ റൂമിലുണ്ട് അതേപോലെ ബാൽക്കണി. ആലപ്പുഴ അല്ലേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് റൂമിലേക്ക് എത്തിയപ്പോഴേക്കും നമുക്കൊരു അതിഥി എത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, അന്നേരെ പപ്പയാണ്. അപ്പോൾ പപ്പ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പപ്പ ഇവിടെ വരുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആകെ ഒരു പ്രാവശ്യമാണ് ഞങ്ങൾ ഒരു ഗോവ ട്രിപ്പ് പോയപ്പോൾ കൂടെ വന്നിട്ടുള്ളത്. അതല്ലാതെ ആളുടെ കട വിട്ട് വേറെ എവിടെയും പോകാത്തൊരു ആളാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേരെയൊക്കെ കല്യാണം കഴിച്ച് അയച്ചപ്പോൾ ആൾ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെക്കൗട്ടിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ GM അവിടെ ഉണ്ടായിരുന്നു, ലേക്ക് റൗണ്ടിലെ. അപ്പോൾ GMുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ വ്ളോഗറും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സൂട്ട് റൂംസും കൂടെ ഒന്ന് നിങ്ങളുടെ വ്ളോഗിൽ കാണിച്ചേക്ക്. നമ്മൾ തുടങ്ങിയിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ, അപ്പോൾ നിങ്ങളുടെ വ്ളോഗിൽ വരുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സൂട്ട് റൂം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിനോട് അനുബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു ഹോളുണ്ട്, TVയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു 4 സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനോട് ചേർന്ന് തന്നെ നമ്മളുടെ മുറി പോലെ തന്നെ പക്ഷേ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു മുറിയുണ്ട്, മാസ്റ്റർ ബെഡ്റൂം. അവിടെയും അതെ, നമുക്ക് ഈ ഒരുങ്ങാനുള്ള സ്പേസും വർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 2 ബാൽക്കണി ഉണ്ട്. ഒരു കോർണർ റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ബാൽക്കണി, 2 സൈഡിൽ നിന്ന് എൻട്രൻസ് ഉള്ള ഒരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയുള്ള ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂം സ്റ്റാർട്ടിങ് റേഞ്ച് അവർ പറഞ്ഞത് 16,000 ആണ്. അപ്പോൾ നമ്മളുടെ ഹോട്ടൽ തുടങ്ങി 1 മന്ത് ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഈ 16 ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റേറ്റ്സൊക്കെ ചേഞ്ചസ് വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ സെക്കൻഡ് ബാത്റൂമാണ്. ഈ റൂമിൽ തന്നെ 2 ബാത്റൂമുണ്ട്. ഒരെണ്ണം നമ്മളുടെ ബാത്റൂമിനോട് സാമ്യമുള്ള ഒരു ബാത്റൂമും പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലുള്ള ഒരു വലിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാളിലും ചേർന്ന് ഒരു വലിയ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3 ബാൽക്കണീസ്, 2 ബാത്റൂം, ഒരു ഹാള്, ഒരു മാസ്റ്റർ ബെഡ്റൂം. അതാണ് നമ്മൾ സൂട്ട് റൂമിൽ വരുന്നത്. പിള്ളേർ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ സൂട്ട് റൂം ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ പിള്ളേർക്ക് ഇരുന്ന് TVയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം തന്നെ നമുക്ക് ബെഡ്റൂമിലും ഒരു ചെറിയ TVയും കാര്യങ്ങളൊക്കെ. അങ്ങനെ റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ ചെക്കൗട്ടിന് വേണ്ടി വന്ന സമയത്താണ് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒന്നും ഇപ്പം കാണാനില്ല. കാരണം മൊത്തത്തിൽ കോടമഞ്ഞ് മൂടിക്കിടക്കാണ്. കുറച്ച് നേരത്തെ ഇതുപോലെ അല്ലായിരുന്നല്ലേ? അടിപൊളിയല്ലേ? കിട്ടില്ല, ഒന്നും പറയാനില്ല. ഫുള്ളി ഒന്നും കാണാൻ പറ്റൂല. ഒരു വാഹനം കാണുന്നില്ല ഇപ്പോൾ നമുക്ക്. കോട വന്നിട്ട് ബാഗോടെ ഇപ്പം നൈസ് ക്ലൈമറ്റ്. ഞാൻ ഇത്ര നല്ല ക്ലൈമറ്റ് കണ്ടിട്ടില്ല. ഇതൊന്നും കാണത്തില്ല. അത്രയ്ക്ക് ഒരു വെതറാണ്, മനസ്സിലായോ?
ഓ ഇപ്പൊ ക്ലിയർ ആയി തുടങ്ങിയല്ലേ? ആ നിർത്തി. ആ കേരി മുമ്പോട്ട് കയറ്റി നിർത്താനോ? ആ ടാറിങ് ആണോ? ആ കവർ ചെയ്തേക്കുന്നത് അതെ അതെ അതെ. കോട്ടയത്തൊക്കെ നമുക്ക് കോട്ടയത്തില്ല, ഇരേറ്റുവിട്ട പാലാ പൂഞ്ഞാറ് അതൊക്കെ വിൽപ്പനയുണ്ട് അല്ലേ? അവിടെ വിൽപ്പനയുണ്ട്. 250 പശുക്കളാണോ? ആ വിസിറ്റിംഗ് ടൈം നമുക്ക് വിസിറ്റ് ആകാൻ ഞാൻ പറഞ്ഞത് രാവിലെ പശുക്കടക്കാണല്ലോ. വിസിറ്റിംഗ് ടൈം പ്രത്യേകിച്ച് ടൈമില്ല. പിള്ളേരൊക്കെ വരുമ്പോഴത്തേനും അവർ വന്ന് കുറച്ച് അതും ഇതൊക്കെ കാണിക്കുന്നത് കാരണം നമ്മൾ 5 മണി കഴിയുമ്പോഴത്തേനെ നമ്മളിങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. രാവിലെ 8 മുതൽ 10 മണി വരെ പശുക്കളൊക്കെ 8 മണി തൊട്ട് 10 മണി വരെ അല്ലേ? ഇപ്പൊ നമുക്ക് പാല് കവറിലാക്കുന്നതൊക്കെ ഇപ്പൊ കാണാൻ പറ്റും. അത് 2:30 കഴിയണം. 2 മണി 2:15 കഴിയുമ്പോൾ കാണാം. 2 മണി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് എവിടെയായിട്ടാണ്? അതൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ. നല്ല ക്ലൈമറ്റ് ഇപ്പൊ അല്ലേ? ഇവിടുത്തെ ഓരോ ദിവസം ഓരോ തന്നെ പല കളവിട്ടിരുന്നു. മിനിമം എത്ര ലിറ്റർ ആയിട്ട് പറയാതിരുന്നാണ്. ഓസ്ട്രേലിയൻ പശുക്കളെ ആ ഇല്ലില്ല. മനവല്ലേ? മനവല്ലേ? വിളിക്കുന്നില്ലേ? വരാൻ പറ. ആരെ വിളിക്കണേ ശരിക്കും? അല്ല, അവിടെ ചെന്നിട്ട് ചേട്ടാ പുള്ളി വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അവിടെ ആരാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആള്? അവിടുത്തെ ആളെ. കൊടയോണ്ട് നടക്കാം. ചോറുണ്ടല്ല ഇവിടുന്ന് പോയിട്ടേ നല്ലൊരു സ്ഥലമുണ്ട് കുട്ടിക്കാനം ഭാഗത്ത്. അവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചു. അവിടെ ആകുമ്പോൾ നല്ല രസമുള്ള ഒരുമിച്ച് കഴിക്കാട്ടാ. കഴിച്ചിട്ട് അല്ലാന്ന് അവിടെ നിന്നൊന്നും കൂടെ കഴിക്കാം. ആദ്യം വേണമെങ്കിൽ പാല് എടുക്കുന്നൊക്കെ കാണാം.
ഈ ഒരു ആശ്രമം വരുന്നത് വാഗമണിലെ കട്ടപ്പനയ്ക്ക് അടുത്താണ്. അപ്പോൾ നമ്മളുടെ കുരിശുമല ആശ്രമം എന്ന് പേരുള്ള ഈ ആശ്രമം തുടങ്ങിയത് 1958 കാലഘട്ടത്തിലാണ്. ബെൽജിയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാദറും പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന BD ഗ്രിഫ്തസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാദറും കൂടിയിട്ടാണ് ഈ ആശ്രമം ഇവിടെ സ്ഥാപിച്ചത്. പൊതുവെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ കണ്ടുവരുന്ന ഫാദർമാരുടെ ഒരു ലോഹ ഇട്ടിട്ടുള്ള ഒരു സമ്പ്രദായമല്ല ഇവിടെ അച്ഛന്മാർ കാവി വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ധരിക്കുക. ക്രിസ്ത്യാനിറ്റിയും ഇന്ത്യൻ സംസ്കാരവും കൂടിക്കലർന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ആശ്രമം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇവിടുത്തെ പശുക്കളെയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയമുണ്ട്. അത് 8 മണി മുതൽ 10 മണി വരെയാണ്. എന്നാൽ പപ്പയ്ക്ക് പരിചയമുള്ള ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾ വിളിച്ച് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പെർമിഷനിൽ ഞങ്ങൾ പശുക്കളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ പശുക്കളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ബ്രീഡാണ്. അതുകൂടാതെ ഈ ഒരു പശു ഏകദേശം ഒരു കുതിരയുടെ ഹൈറ്റ് വരെ വരാം. അത്രയും വലിപ്പമുള്ള വലിയ പശുക്കളാണ്. ഓ ഇത് ഭയങ്കര ശരി, അതാണ് ഭയങ്കര വലുതല്ലേ. പോയി ഇറങ്ങാം. ശരി, നമുക്ക് അടുത്ത ശനിയാഴ്ച വന്നാലോ? അടുത്ത ശനിയാഴ്ച അതെ, നമുക്ക് അടുത്ത ശനിയാഴ്ച വന്നാലോ? നല്ല ക്ലൈമറ്റ് ഇപ്പൊ അടിപൊളി ക്ലൈമറ്റാ. കുട്ടിക്കാൻ ചാനൽ വെച്ചിട്ട് വരാം. നമ്മൾ പോകുന്ന വഴി ഓപ്പൺ കിച്ചണിലാണ് നിർത്തിയത് കുട്ടിക്കാനത്തുള്ള. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളെന്തായാലും ഡിന്നറ് തേയിലയിൽ കഴിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ആ സമയത്ത് ഇറങ്ങിയത്. അതുപോലെ തന്നെ തേയിലയിൽ കുറച്ച് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്തൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. എന്നാൽ ഓപ്പൺ കിച്ചണിൽ എല്ലാ സമയവും ഒരേപോലെ സെർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. 2 സ്ഥലത്തും ഫുഡ് ഈക്വലി ഗുഡായിരുന്നു. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ.